ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഉപ്പും പുളിയും കുക്കിങ്ങിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് പോർക്ക് റോസ്റ്റ് ആണ്. അതിനുവേണ്ടി ഞാൻ 1 കിലോ പോർക്ക് ഇവിടെ എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിരിക്കുന്നതാണ്. അത് ഇനി നമുക്ക് കുക്കറിലിട്ട് വേവിച്ചെടുക്കണം. അത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക. ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കുക. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. എല്ലാം നന്നായി മിക്സ് ചെയ്തതിന് ശേഷം വേവിച്ചെടുക്കാം. ഞാൻ നിറച്ചും വെള്ളം ഒഴിച്ച് വേവിച്ചതിന് ശേഷം കുറച്ച് നെയ്യ് അതിൽ നിന്ന് ഊറ്റിക്കളയും. അങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. ഇനി അത് വെന്ത് വരുന്നതോടുകൂടി നമുക്ക് ഒരു പാത്രം അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. 2-3 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി അരിഞ്ഞത്, 2-3 പച്ചമുളക് ഇത്രയും ഇട്ടൊന്ന് വഴറ്റിയെടുക്കാം. കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇത് 1 മിനിറ്റ് വഴറ്റിയതിന് ശേഷം 2-3 സവാള അരിഞ്ഞത് അതിലേക്ക് ചേർത്ത് കൊടുക്കുക. അതൊന്ന് നന്നായി ചുമന്ന് വരുന്നത് വരെയും വഴറ്റാം. ഇനി അതിലേക്ക് ഞാൻ 1 പിടി പുതിനയില ചേർക്കുന്നുണ്ട്. കാരണം നെയ്യൊക്കെ ഉണ്ടാകുമ്പോൾ വയറിന് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. പുതിനയില ചേർക്കുമ്പോൾ ഗ്യാസിൻ്റെ പ്രോബ്ലമോ നെയ്യ് കൂട്ടിയിട്ടുള്ള ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ല. പുതിനയില നല്ലതാണ്, അതുകൊണ്ട് ഞാൻ ചേർക്കാറുണ്ട്. അതൊന്ന് 1 മിനിറ്റ് അതിലിട്ട് വഴറ്റാം. അതിനുശേഷം പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർക്കാം. 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് ചതച്ചത്, നന്നായിട്ട് പൊടിച്ചതല്ല, ചതച്ചതാണ്. ഇനി 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, നമ്മൾ നേരത്തെ മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ചതാണ്. ഇനി 1 ടേബിൾ സ്പൂൺ ഗരം മസാല ഇത്രയും ചേർത്ത് അത് 1 മിനിറ്റ് നേരം നന്നായിട്ടൊന്ന് വഴറ്റാം. അതിനുശേഷം ഈ വേവിച്ചെടുത്ത പോർക്ക് ചേർത്ത് കൊടുക്കുക. 1 വിസിലടിച്ചപ്പോൾ വെന്തിട്ടുണ്ട്. ഉപ്പൊക്കെ ഉണ്ടോ നോക്കുക, ഇല്ലെങ്കിൽ ചേർത്ത് കൊടുക്കുക. എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് വെള്ളം വറ്റിച്ചെടുക്കാം. അടി ചേർത്ത് വെള്ളം വറ്റിച്ച് ഇളക്കിയെടുക്കുക. ഇപ്പം ഏകദേശം എല്ലാം വെള്ളമൊക്കെ വറ്റി റോസ്റ്റായി കിട്ടിയിട്ടുണ്ട്. നമ്മുടെ പോർക്ക് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതുപോലെ ചെയ്ത് നോക്കുക. താങ്ക് യു.